കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി എ സമ്പത്തിന് ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകിയ നിയമസഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. 21,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ആറ്റിങ്ങലിൽ നിന്ന് ലഭിച്ചതോടെയാണ് സമ്പത്തിന്റെ വിജയം അനായാസമായത്. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കുറയുന്നതാണ് UDFന് തലവേദന. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടാക്കിയ മുന്നേറ്റം വീണ്ടും ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഇതിൽ ഇടതുമുന്നണി ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഇടതുമുന്നണിയുടെ കുത്തക മണ്ഡലമായിട്ട് വേണം ആറ്റിങ്ങലിനെ വിലയിരുത്താൻ. കണക്കുകൾ വ്യക്തമാക്കുന്നതും അതുതന്നെ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11,633 വോട്ടായിരുന്നു ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷമെങ്കിൽ 2014 ആയപ്പോൾ 20,955 വോട്ടായി അത് വർദ്ധിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി B സത്യന് 40,383 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷമാണ് ആറ്റിങ്ങൽ ജനത നൽകിയത്. ഈ വോട്ട് നിലയിലാണ് ഇടതുമുന്നണി ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും. നിയമസഭയിൽ ലഭിച്ച ഭൂരിപക്ഷം തുടർന്ന് വരുന്ന ലോക്സഭയിലും നേടിയെടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ 3 കൊല്ലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു 30 കൊല്ലക്കാലം ചെയ്യാത്ത കാര്യങ്ങൾ ഈ 3 കൊല്ലം കൊണ്ട് ഈ നാട്ടിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. UDFന് ആശങ്കയുണ്ടാക്കുന്നതാണ് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ അവരുടെ വോട്ട് നില. 2014 43,260 വോട്ടുകൾ UDF സ്ഥാനാർത്ഥി നേടിയപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 32,425 വോട്ടായി കുറഞ്ഞു. എന്നാൽ പഴയ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നാണ് UDF നേതാക്കളുടെ അവകാശവാദം. ബാലേന്ദ്ര സാർ മത്സരിക്കുമ്പോൾ പുതിയ ആറ്റിങ്ങൽ നിയമമണ്ഡലത്തിൽ 13,000 വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ ബാലേന്ദ്ര സാറിന്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ 20 അസംബ്ലിയിലുള്ള 40 ഒന്നും ഇപ്പോൾ ഒരു വിഷയമേ അല്ല. BJP ഓരോ തെരഞ്ഞെടുപ്പിലും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്തുന്നുണ്ട്. 2014 11,587 വോട്ടായിരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27,602 വോട്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈഫ് സൈനുൽ അബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.